ഹായ് ഡിയേഴ്സ്, എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാൻ ഇന്നൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ക്രീമി ഫില്ലിംഗ് ഒക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് ചെറിയ ചൂടുള്ള പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ഈസ്റ്റ്, അതുപോലെ തന്നെ മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് പിന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് 2 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം സ്നാക്ക് എടുക്കുന്നുണ്ട് അതിനനുസരിച്ച് ഇതിൻ്റെയൊക്കെ അളവ് കൂട്ടി കൊടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പാല് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് ചേർക്കരുത്. അപ്പം വെള്ളത്തിൻ്റെ അളവ് കൂടി പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ വീണ്ടും പൊടിയൊക്കെ ഇട്ട് കുഴച്ചെടുക്കേണ്ടി വരും. അപ്പോൾ ആദ്യം കുറച്ച് പാലിൽ കുഴച്ചിട്ട് പോരാത്തത് ഇതുപോലെ കുറേശ്ശെ വെള്ളം ആഡ് ചെയ്തിട്ട് നമ്മളിതൊന്ന് കൈ വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ട് വരണം. ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ മാവ് അത്യാവശ്യം നല്ല സോഫ്റ്റായിട്ട് കിട്ടുക നമുക്ക്. ഞാനിതപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ബോളാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകൾ വശം ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് കുറച്ച് നേരം അവിടെ മാറ്റി വയ്ക്കുക. മാവൊന്ന് സെറ്റായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ടൊരു കടായി വെച്ച് കൊടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ബട്ടർ ഉള്ളവർ ബട്ടർ തന്നെ ചേർക്കുക കേട്ടോ. അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ അങ്ങനെ നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫില്ലിങ്ങിന് ആവശ്യമായിട്ട് എത്ര ചിക്കൻ വേണോ അതിനുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക കേട്ടോ. ചെറിയ പീസസാക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ഒന്ന് അങ്ങ് വെന്ത് വന്ന സമയത്ത് അതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ പോയ ശേഷമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുന്നത്. 1 സവാള കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. സവാള ചേർത്ത് കൊടുത്ത് ഒന്നങ്ങ് ഇളക്കിയെടുക്കുക. കൂടെ തന്നെ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്നുകൂടി അങ്ങ് ഇളക്കിയെടുക്കുക. അപ്പോൾ ഈ പച്ചക്കറിയൊക്കെ ഒരുപാട് അങ്ങ് വെന്ത് കുഴയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നല്ലപോലെയൊക്കെ ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തുള്ള സവാളയും ക്യാരറ്റും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിലൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതാണ്. വലിയ ജീരകമല്ല കേട്ടോ, ചെറിയ ജീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ജീരകത്തിൻ്റെ ടേസ്റ്റിന് മുന്നിട്ട് നിൽക്കുമെന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ, അങ്ങനെയൊന്നുമില്ല. നല്ലൊരു ടേസ്റ്റാണ് ഇതിനുള്ളത്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുറച്ച് സ്വീറ്റ് കോണാണ്, വേവിച്ച സ്വീറ്റ് കോണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കയ്യിലുള്ളവർ എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ. ഈ ഫില്ലിങ്ങിൽ അതിങ്ങനെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിൽ കുറച്ച് ക്യാപ്സിക്കാണ്. ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗം എടുത്തിട്ട് അത് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി അങ്ങ് ഇളക്കിയെടുക്കുക. അപ്പോൾ ഈ ക്യാപ്സിക്കൊന്നും ഒരുപാട് വെന്ത് പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. അതൊന്ന് വാടി വന്നാൽ ഞാനിതിലേക്ക് പിന്നെ ചേർത്ത് കൊടുത്തുള്ളത് ആവശ്യത്തിന് ഉപ്പാണ്. ഇത്രയും സമയമായിട്ടും നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി അങ്ങ് ഇളക്കിയെടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ്. 1-1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്നങ്ങ് ഇളക്കിയെടുക്കുക. അപ്പോൾ മൈദയുടെ ഒരു പച്ചമണമൊക്കെ പോയി നന്നായിട്ടൊന്ന് ചൂടായി കിട്ടണം കേട്ടോ അത്. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മുഴുവനായിട്ട് പാല് ചേർക്കേണ്ടവർക്ക് അങ്ങനെ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു ബൗളിന് ഒരു ബൗള് പാൽ ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇതിൽ കുറച്ച് നല്ല തിക്കായിട്ടായിരിക്കും എന്ന് തോന്നിയ കാരണം ഞാൻ വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ ബൗളിന് തന്നെ 1/4 ബൗൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ഞാൻ വെള്ളം ചേർത്തതിന് പകരം നിങ്ങൾക്ക് വീണ്ടും പാൽ തന്നെ ചേർക്കേണ്ടവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ അങ്ങനെ കുറുകി നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ കിട്ടും കേട്ടോ നമുക്കിത്. അപ്പോൾ ഇതൊന്ന് കുറുകി വന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇനി ഇതൊന്ന് തിളച്ച് ഒന്നുകൂടി അങ്ങനെ കുറുകി വരും. ആ സമയത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കുരുമുളക് പൊടിയാണ്. അപ്പോൾ എരിവിന് ആവശ്യമായിട്ട് നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ചുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് സ്പൈസി ആയിട്ട് ആണ് ഇത് കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഈ ക്രീമി ആയിട്ട് നല്ല ഒരു സ്പൈസി ആയിട്ട് അങ്ങനെ കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഞാനിതിലേക്ക് ചെറിയൊരു ചെറുനാരങ്ങയുടെ 1/2 മുറി ചെറുനാരങ്ങ നീര് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് ചീസിൻ്റെ സ്ലൈസാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചീസ് സ്ലൈസ് ചേർത്ത് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വേറെ ഏതെങ്കിലും ചീസാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ചീസ് ഇല്ലെങ്കിലും ഈ ഫില്ലിങ് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ.
ചീസുള്ളവർ ചേർത്ത് കൊടുക്കുക, ഇല്ലാത്തവർ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്തോ കേട്ടോ. അതുകൂടി ചേർത്ത് കൊടുത്ത് ചീസൊക്കെ ഒന്ന് മെൽറ്റായി വരുന്നത് വരെ നമ്മളിതൊന്ന് ഇളക്കിയെടുക്കുക. ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം മല്ലിയിലൊക്കെ നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതൊക്കെ നല്ലപോലെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ ഫില്ലിങ്ങിന് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. പിന്നെ ഞാനൊരു 2 മണിക്കൂർ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ മാവ്. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ മാവ് അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കൈവച്ച് ഒന്നുകൂടി അങ്ങ് കുഴച്ചെടുക്കുക. എന്നിട്ട് നമുക്കിത് ബോൾസ് ആക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ സ്നാക്കിന് എത്രത്തോളം വലിപ്പം വേണം എന്നുള്ളതിനനുസരിച്ചാണ് കേട്ടോ ബോൾസ് ആക്കി എടുക്കേണ്ടത്. ഇതുപോലെ ഓരോ ബോൾസ് അങ്ങനെ ഉള്ളിലേക്ക് മടക്കി ഇതുപോലെ ബോൾസ് ആക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു അളവിൽ നിന്ന് എനിക്ക് 7 ബോൾസാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 7 സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള ബോൾസാണ് കിട്ടിയിട്ടുള്ളത്. ഇത് ഓരോ ബോൾസ് എടുത്തിട്ട് നമുക്കതൊന്ന് പരത്തി കൊടുക്കണം. അപ്പോൾ റൗണ്ട് ഷേപ്പിലാണ് പരത്തി എടുക്കേണ്ടത് കേട്ടോ. പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ ഇത് പരത്തിയെടുക്കുമ്പോൾ ഈസി ആയിട്ട് പരന്ന് കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ അതായത് ഈ അളവിലാണ് ഞാൻ ഇപ്പോൾ ഒന്ന് പരത്തിയെടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ നടുക്കിലേക്ക് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിങ് കണ്ട ചൂടാറി കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ടുണ്ടാവും കേട്ടോ. അതിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റുന്നിടത്തോളം മാക്സിമം ഫില്ലിങ് വെച്ചിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ ഓരോ സൈഡിൽ നിന്നും പിടിച്ച് ഒന്ന് അങ്ങ് മടക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നതിനെക്കാട്ടിലും എളുപ്പമുണ്ടാവും നിങ്ങൾക്കിത് കാണുമ്പോൾ. ലാസ്റ്റ് ആ അടിഭാഗം ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചാണ്ട് ലെവലാക്കി വെച്ചാൽ മതി. മൈദയില്ലേ അതവിടെ ഒട്ടി അങ്ങ് ഇരുന്നോളും. അതുപോലെ തന്നെ ഒരെണ്ണം കൂടി ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. ഇതുപോലെ ഓരോ ബോൾസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കുക. പൊടി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനിയിപ്പോൾ പൊടി ഇടണം എന്നാലേ പരത്തിയെടുക്കാൻ ഈസി ആവുമെന്നുള്ളവർക്ക് വളരെ കുറച്ച് മാത്രം പൊടി ചേർത്ത് കൊടുക്കുക. ഒട്ടി കിട്ടാൻ പ്രയാസമായിരിക്കും, അതുകൊണ്ടാണ്. ഇതുപോലെ പരത്തിയെടുത്ത ശേഷം വീണ്ടും ഇതിൻ്റെ നടുക്കിലേക്ക് ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇതുപോലെ ഓരോ സൈഡിൽ നിന്ന് പിടിച്ചിട്ട് അങ്ങനെ കൂട്ടി കൊണ്ടുവരിക. അപ്പോൾ ഒരു ബോൾ പോലെ കിട്ടും. അങ്ങനെ കിട്ടണം. ഈസി പരിപാടിയാണ് കേട്ടോ. കാണുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് അതാണ് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ അങ്ങനെ ഒട്ടി അങ്ങ് ഇരുന്നോളും. മൈദയല്ലേ പെട്ടെന്ന് തന്നെ ഒട്ടിയിരുന്നോളും. ഞാൻ ബാക്കിയുള്ളത് അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ സ്നാക്ക് അവിടെ റെഡി ആക്കി എടുക്കുന്ന സമയം കൊണ്ട് തന്നെ ഞാനിവിടെ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലൊരു കുഴിയുള്ള ടൈപ്പ് ചട്ടിയാണെങ്കിൽ അത് ഈസി ആയിട്ട് നമുക്കിങ്ങനെ അത് മുഴുവനായിട്ട് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സ്നാക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല ചൂടുണ്ടാവണം. ശേഷം നമ്മളിതൊന്ന് ഒന്ന് കുറച്ച് കൊടുക്കണം കേട്ടോ. ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമിൻ്റെ ഇടയിൽ വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ മുകൾ വശം നല്ലോണം പെട്ടെന്ന് കളറാവുകയും ചെയ്യും, ഉൾവശം മാവ് വേവാതിരിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മളിത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഈ കളറാവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഞാൻ ബാക്കിയുള്ള സ്നാക്ക് എല്ലാം ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് എണ്ണയൊന്നും കുടിക്കാത്ത ഒരു നല്ലൊരു അടിപൊളി ടേസ്റ്റിലൊരു സ്നാക്കാണ് കേട്ടോ. അപ്പം ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. അതിൻ്റെ ഉള്ളിലത്തെ ടെക്സ്ചർ എങ്ങനെയെന്ന് കാണിച്ചു തരാം. ഈ ഒരു സ്നാക്ക് അത്യാവശ്യം വലുപ്പമുണ്ട് കേട്ടോ. അപ്പോൾ ഒരെണ്ണം മതി ഒരാൾക്ക് കഴിക്കാനായിട്ട്. ഒരെണ്ണം കഴിക്കുമ്പോൾ തന്നെ അത്യാവശ്യം വയർ ഫില്ലാവാനുള്ളതുണ്ട്. കണ്ടോ, ഉൾവശം നല്ല ക്രീമി ആയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ് കേട്ടോ. അത്യാവശ്യം ഒരു നമ്മൾ സ്വീറ്റ് കോണൊക്കെ ചേർത്ത് കൊടുത്തിട്ടില്ലേ, പിന്നെ ജീരകത്തിൻ്റെ പൊടിയൊക്കെ ചേർത്ത് കൊടുത്തതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ സ്വീറ്റ് കോൺ ഉള്ളവരെന്തായാലും ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ കൂടെ അങ്ങനെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണുള്ളത്. അപ്പോൾ കുറച്ച് സ്പൈസി ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റുകളൊക്കെ ചെയ്യുക. എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി വേണം കേട്ടോ. ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി. സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. ബൈ.